അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയ് ശങ്കറിന് ആകെ തല പുകയാണ് കേട്ടോ. ജൂനിയർ വക്കീലിനോട് ദേഷ്യപ്പെടുകയാണ്. എനിക്ക് ആകെ മൊത്തം ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവുന്നു. നീ എന്തിനാ എന്നോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാറല്ലേ എന്നോട് എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് വന്ന് പറയണമെന്ന് പറഞ്ഞത്, നീ ഒന്ന് പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വിജയ് ശങ്കർ അയാളോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം, നിങ്ങൾ ഇതല്ല ഇതിൽ കൂടുതൽ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം വിജയ് ശങ്കർ നേരെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. ആ സമയം അർച്ചന ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോയ കാര്യങ്ങളും വീണ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വിജയ് ശങ്കർ പറയും, ഓഹോ ഇവള് അയാളെ സ്വപ്നം കണ്ടിട്ട് ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അർച്ചന പെട്ടെന്ന് വിജയ് ശങ്കറെ കാണുമ്പോൾ, ഓഫീസ് മാറിയതാണോ, എന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോട് കുറച്ച് ഉപദേശങ്ങൾ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചെയർ വലിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ അർച്ചന അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഞാനും എനിക്ക് ഉപദേശങ്ങൾ വേണം പറഞ്ഞിട്ട് അപേക്ഷയൊന്നും തന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അർച്ചനെ നീ ഒരു അഡ്വക്കേറ്റാണ്, നീ ഒരു ചതിക്കുഴിയിൽ വീഴരുത്. നീ ആ ജെയ്ക്ക് അവിടെ താമസിച്ചപ്പിരിക്കുന്നത് ഇത് തീരെ ശരിയല്ല. അതുകൊണ്ട് അയാളെ എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് ഒഴിവാക്കണം. അയാൾ സാഹിത്യകാരനൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ അയാളുടെ അതിൽ നീ വീഴരുത്, അയാളുടെ ആകർഷണത്തിൽ നീ പെടരുത്. നിന്നെ ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിന് ഞാൻ ചതിക്കുഴി പെടുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എന്നിങ്ങനെ അർച്ചന ചോദിക്കുകയാണ് കേട്ടോ. നിൻ്റെ മോളുടെ കാര്യം മാത്രം ഉപദേശിച്ചാൽ മതി, അല്ലാതെ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട. ഞാൻ എങ്ങനെ ജീവിക്കണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. അന്നൊരു അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് ഇതൊന്നും കണ്ടില്ലല്ലോ എന്നെ ഇറക്കി വിടുമ്പോൾ, അപ്പം നിങ്ങൾക്ക് ഒരു മാന്യത ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നിങ്ങനെ അർച്ചന പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ, മാറി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം വിജയ് ശങ്കറോട് പറയുകയാണ്, ഇവളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവളോട് നയത്ത് പെരുമാറണം എന്ന് പറഞ്ഞിട്ട് വിജയ് ശങ്കർ പിന്നെയും അർച്ചനയെ ഉപദേശിക്കുകയാണ് കേട്ടോ. നീ അയാളുടെ കൂടെ പോകരുതാ, ഇന്ന് തന്നെ നീ അമ്പലത്തിൽ പോയി കണ്ടു, പലയിടത്തും നീ പല മീറ്റിങ്ങുകളും കാണുന്നുണ്ട്, അത് ശരിയല്ല, നാട്ടുകാരെ കൊണ്ട് പലതും പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയല്ല, നിങ്ങളാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ആൾ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അർച്ചനയോട് സൗമ്യമായിട്ട് വിജയ് ശങ്കർ സംസാരിക്കുകയാണ്. അതേസമയം ഡെയ്സിയുടെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചന്ദ്ര ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ രവി പുറത്ത് നിൽക്കുന്നുണ്ടാകും. എന്താ നീ പുറത്ത് നിൽക്കണ, വിജയേട്ടൻ എവിടെയെന്ന് ചോദിക്കും. വിജയേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയിരിക്കണം, എന്താ കോടതിക്ക് പോയിരിക്കുകയാണോ അത് വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെ പറയുക മാഡം എന്നിങ്ങനെ പറയും. നീ പറയേ എന്താണ്, ഞാൻ എന്തായാലും നീ പറഞ്ഞതാണെന്ന് ഞാൻ പറയില്ല, നീ പറയേ എന്ന് പറയണം കേട്ടോ. പിന്നെ രവി മടിച്ചിട്ട് പറയാണ്, അർച്ചനയുടെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയണം കേട്ടോ. വല്ല കേസിൻ്റെ കാര്യത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെനിക്കറിയില്ല, ഞാൻ പോയപ്പോൾ അവിടെ അർച്ചന മാത്രമേ ഉള്ളൂ എന്ന് പറയണം കേട്ടോ. അത് കേട്ടതേ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം കലിതുള്ളതാണ് കേട്ടോ. ചന്ദ്ര പക്ഷേ പെട്ടെന്ന് അർച്ചനയുടെ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വരുമ്പോൾ വിജയ് ശങ്കർ ഇങ്ങനെ അർച്ചനയുടെ കൂടെ തന്നെ നടന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയണം. അർച്ചന ഇങ്ങനെ കേസിൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചനയോട് സോഫ്റ്റായിട്ടാണ് വിജയ് ശങ്കർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ദേഷ്യം വരികയാണ് കേട്ടോ. അർച്ചന പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകുമോ ഇവിടുന്ന്, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതും ഇവിടെ വന്ന് എന്നോട് ഉപദേശിക്കാൻ നിൽക്കുകയും വേണ്ട എന്നുള്ളതും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പോയി സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാതെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വരണ്ട എന്നെല്ലാം പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ കലി കയറണം കേട്ടോ. ചന്ദ്ര എന്നിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അകത്തേക്ക് പോയതും പിന്നെ വിജയേട്ടൻ്റെ അടുത്ത് ചോദിക്കും, ഓഹോ വിജയേട്ട എവിടെയാണോ ഇപ്പോൾ ഈ ഓഫീസ് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രയെ കണ്ടതും വിജയൻ ആകെ മൊത്തം ഒരു തരം എന്താ പറയുക, ഒരു ചമ്മലായിട്ട് വിജയൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അർച്ചനയോട് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ ഇവിടെ ആയോ ഓഫീസ്, നിൻ്റെ പല കളികളും എനിക്കറിയാം എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നോട് നീ ചോദിക്കാൻ വരണ്ട, ആ പോയ ആളോട് പോയി ചോദിക്കുക എന്ന് അർച്ചന പറയാണ്. പിന്നീട് ചന്ദ്ര പോവുകയാണ്. ചന്ദ്ര പോയിട്ട് വിജയനോട് ചോദിക്കണം, വിജയേട്ട നിങ്ങൾ എന്തിനാണ് അവളുടെ ഓഫീസിൽ പോയത്, എന്ത് കാര്യത്തിനാണ്, എന്താ കേസ് നിങ്ങൾ അവളോട് കെഞ്ചിയിട്ടാണോ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ കേസില്ലാതിരിക്കുകയാണോ, അവളുടെ ഔദാര്യത്തിലാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ അതൊന്നുമല്ല, ഒരു കേസിൻ്റെ കാര്യത്തിനാണ് പോയത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയും, ഞാൻ നിങ്ങൾ സംസാരിച്ചതെല്ലാം കേട്ടു, പക്ഷേ വിജയേട്ടൻ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുന്നത്. നീ എന്താ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുക. നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കണം. നീ വരുമ്പോൾ ഫോൺ വിളിച്ചിട്ട് വരണ്ടേ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഞാൻ ഫോൺ വിളിച്ചിട്ട് വന്നെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടി അറിയില്ലല്ലോ, ഇപ്പം ഞാൻ അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിജയ് ശങ്കറിൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ് കേട്ടോ ചന്ദ്രയെ. നീ ഇവിടുന്ന് ഒഴിവാക്ക്, നിനക്ക്
നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി സംസാരിക്കുക. നീ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെയൊന്നല്ല. ഞാനൊരു കേസിൻ്റെ കാര്യത്തിനാണ് പോയത് എന്നിങ്ങനെ പറയുക. ചന്ദ്രയ്ക്ക് ആകെ മൊത്തം കലിതുള്ളി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പോയതെന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ പറയണം കേട്ടോ. നീ എന്തിനാണ് വന്നത് ആ കാര്യം പറയൂ എന്ന് പറയണം. ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള ആ കാര്യം ഞാൻ പറയണില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ തീരുമാനിക്കണം, അത് വീട്ടിൽ പോയിട്ടല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ചന്ദ്ര ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്. അതേസമയം അർച്ചനയുടെ ഓഫീസിൽ പോകുമ്പോൾ ദീപ്തിയുടെ അടുത്ത് അർച്ചന കാര്യങ്ങളെല്ലാം സംസാരിക്കണം കേട്ടോ. ഇങ്ങനെ വിജയശങ്കർ വന്നതും ഇവിടെ സംസാരിച്ച വിഷയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അയാളൊരു തലവേദനയാവുമല്ലോ അർച്ചനയെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര വേണം കേട്ടോ. ചന്ദ്ര ഇങ്ങനെ എന്നിട്ട് ദീപ്തിയോട് ഇങ്ങനെ കുറേ സംസാരിക്കുകയാണ്. നിൻ്റെ കുടുംബം ഞാൻ കുളം തോണ്ടും എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എൻ്റെ കുടുംബം നിങ്ങൾ വിചാരിച്ച കുളം തോണ്ടണ കുടുംബമല്ല, അതുകൊണ്ട് അതിനു വേണ്ടി സംസാരിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയണം. ചന്ദ്രയ്ക്ക് കലി കയറിയിട്ട് ചന്ദ്ര അർച്ചനയോട് ചൂടാവുകയാണ്. നീ ഇവിടെ എന്ത് പരിപാടിയാണ് നടത്തണം എന്നുള്ളത് എനിക്കറിയാം, നീ ആ JK ആയിട്ട് എന്തൊക്കെ പരിപാടി നടത്തണം എന്നുള്ളതും എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് JKയും ചന്ദ്രയും കൂടിയിട്ട് അർച്ചനയും കൂടിയിട്ട് പറയാണ് കേട്ടോ. വേണ്ടാത്തത് ഇങ്ങനെ പറയുമ്പോൾ സമനില തെറ്റിയിട്ട് അർച്ചന ചന്ദ്രയെ അടിക്കുകയാണ്.